വെൽക്കം ബാക്ക് ഡിയർ ഫ്രണ്ട്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ടോപ്പോളജി എന്ന ഭാഗത്തെ ഒരു തിയറമാണ്. സെക്ഷൻ 2.13 ആണ്. തിയറം സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ എ be a countable set and Bn be a set of n tuples a1, a2, etc. an, where ak belongs to capital A, where k is equal to 1, 2, 3, etc. up to n, and the elements a1, a2, etc. an need not be distinct. Then Bn is countable. ഇവിടെ നോക്കാം നമ്മുടെ കയ്യിലുള്ള തിയറം. നമുക്ക് ആദ്യം ഇവിടെ എ എന്ന് പറഞ്ഞ ഒരു കൗണ്ടബിൾ സെറ്റ് ഉണ്ട്. ബി എൻ എന്ന് പറയുന്നത് ഈ എയിൽ നിന്ന് എലമെൻറ്റ്സ് ഉണ്ടാക്കാൻ സാധിക്കാവുന്ന എല്ലാ എൻ ടപ്പിളുകളുടെയും കളക്ഷനാണ് ബി എൻ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ബി എൻ എന്ന് പറയുന്ന സെറ്റ് അല്ലെങ്കിൽ ബി എൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ എൻ ടപ്പിൾസ് കൗണ്ടബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് നോക്കാം. ഇവിടെ നമുക്ക് എ കൗണ്ടബിൾ ആണ്. എ കൗണ്ടബിൾ ആണെങ്കിൽ എയിലെ എലമെൻസിനെ എല്ലാം നമുക്കൊരു സീക്വൻഷ്യൽ ഫോർമാറ്റിൽ എഴുതി വയ്ക്കാൻ സാധിക്കും. അതായത് എലമെൻറ്റ്സ് ഓഫ് എ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ സം a1, a2, etc. so on. നമുക്കിവിടെ അസംഷനിൽ നമ്മുടെ ബി എൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി എൻ എന്ന് പറയുന്നത് എയിൽ നിന്ന് എലമെൻറ്റ്സ് എടുത്ത് ഉണ്ടാക്കാൻ സാധിക്കാവുന്ന എല്ലാ എൻ ടപ്പിളുകളുടെയും കളക്ഷനാണ്. സോ ലെറ്റ് യുവർ Bn is equal to set of all n tuple a1, a2, etc. an such that ai belongs to capital A. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ B1 എന്തായിരിക്കും? Bn എന്ന് പറയുന്നത് n ടപ്പിളുകളുടെ കളക്ഷനാണ് എങ്കിൽ B1 എന്ന് പറയുന്നത് 1 ടപ്പിളുകളുടെ കളക്ഷൻ ആയിരിക്കും. 1 ടപ്പിൾ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് B1 എങ്ങനെ എഴുതാൻ സാധിക്കും? എയിൽ നിന്ന് എലമെൻറ്റ്സ് എടുത്ത് 1 ടപ്പിളായിട്ട് എഴുതി വയ്ക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലത്തെ എലമെൻറ്റ്സുകളെ തന്നെ എഴുതി വയ്ക്കണം എന്ന് ചുരുക്കം. ആക്ച്വലി അതിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ് വരിക. സെറ്റ് ഓഫ് ഓൾ എ കെ സച്ച് ദാറ്റ് എ കെ ബിലോങ്സ് ടു എ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സെറ്റ് a1, a2, etc. എന്നുള്ള രീതിയിലായിരിക്കും. അതായിരിക്കും നിങ്ങളുടെ ക്യാപിറ്റൽ ഐ എന്ന് പറയുന്ന സെറ്റ്. അതുകൊണ്ട് നിങ്ങളുടെ B1ഉം ക്യാപിറ്റൽ ഐയും ഈക്വൽ ആണ് ഇവിടെ. ആൻഡ് വി നോ ദാറ്റ് അവർ എ ഈസ് കൗണ്ടബിൾ. ദെർഫോർ യുവർ B1 ഈസ് കൗണ്ടബിൾ. അപ്പോൾ നമുക്ക് നമ്മുടെ Bn എന്നുള്ള അസംഷൻ പ്രകാരം ഇപ്പോൾ കിട്ടിയത് B1 കൗണ്ടബിൾ ആണെന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ നമ്മുടെ Bn കൗണ്ടബിൾ എന്ന് പ്രൂവ് ചെയ്യാനായിട്ടുള്ളതാണ് നമ്മുടെ റിസൾട്ട്. അതിൽ n ഈക്വൽ ടു 1 നമുക്കിപ്പോൾ പ്രൂവ് ചെയ്യാൻ സാധിച്ചു, ട്രൂ ആണെന്ന് പറയാൻ സാധിച്ചു. ഇത് നമ്മുടെ ഇൻഡക്ഷൻ പ്രൊസീജിയറിലാണ് നമ്മുടെ ഈ തിയറം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് നമ്മൾ n ഈക്വൽ ടു 1 ട്രൂ ആണെന്ന് തെളിയിക്കും. ഇനി n-1 ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് n ട്രൂ ആണെന്ന് തെളിയിക്കും. നമുക്ക് പിന്നീട് ഇൻഡക്ഷൻ പ്രൊസീജിയർ അനുസരിച്ച് നമ്മുടെ റിസൾട്ട് ട്രൂ ആണെന്ന് പറയാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ റിസൾട്ട് n-1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. സപ്പോസ് വി അസ്യൂം our result Bn is true, Bn is countable, which is true for n is equal to n-1. അതിൻ്റെ അർത്ഥം എന്താ കിട്ടുക? Bn-1 is a countable set. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് Bn കൗണ്ടബിൾ ആണെന്നാണ്. അങ്ങനെയെങ്കിൽ Bn എന്താണെന്ന് നമുക്കറിയാം. Bn എന്ന് പറയുന്നത് എയിൽ നിന്ന് എലമെൻറ്റ്സ് എടുത്ത് ഉണ്ടാക്കുന്ന n ടപ്പിളുകളുടെ കളക്ഷനാണ്. അതാണ് നമ്മുടെ Bn. അങ്ങനെയെങ്കിൽ എനിക്ക് Bn മറ്റു രീതിയിൽ എഴുതാൻ പറ്റും. അതായത് ഞാനൊരു 2 ടപ്പിൾ ഫോർമാറ്റിൽ എഴുതാണ്.
എഴുതുന്നത് എങ്ങനെയാണ്? ബി കോമ എ എന്നുള്ള രൂപത്തിലാണ് എഴുതുന്നത്. അതിൽ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതാണ്. ബി എന്ന് പറയുന്നത് bn-1 നിന്ന് വരണം. എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിൽ നിന്ന് വരണം. അതിന് കാരണം നമ്മുടെ അടുത്ത് ഒരു 3 എലമെൻറ്റ്സ് തന്നിട്ട് നമുക്കത് 3 എടുത്തിട്ട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യം, എലമെൻറ്റ്സ് എ ബി സി ആണെങ്കിൽ ആദ്യം എ ബി സി വയ്ക്കും. പിന്നെ നമ്മൾ എ ബി സി എന്നുള്ളതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എ ആദ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ബി സി വെച്ചത്. പിന്നെ എ ആദ്യം വെച്ചുകൊണ്ട് തന്നെ സി ബി വയ്ക്കും. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് എ ബി സി ആണെങ്കിൽ രണ്ടാമത് നമ്മൾ എഴുതുക എ സി ബി. ഇനി അടുത്ത് എന്താ ചെയ്യുക? അടുത്ത് നമ്മൾ ബി ഫിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ ബി എ സി പിന്നെ ബി സി എ, അങ്ങനെ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ബി എന്നിലെ എലമെൻസിനെ ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ n-1 n ടപ്പിൾസ് ആണെന്ന് പറഞ്ഞു. ആദ്യത്തെ n-1 എലമെൻസിന് ഞാൻ ഫിക്സ് ചെയ്തുകൊണ്ട് അവസാനത്തെ എലമെൻസിനെ മാത്രം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സംഭവിക്കുന്ന കാര്യം, ആദ്യത്തെ ഒരു n-1 എലമെൻറ്റ്സ് ഫിക്സ് ചെയ്തിട്ട് എനിക്ക് അവസാന എലമെൻറ്റ് മാത്രം കഴിഞ്ഞാൽ അവസാനത്തെ എലമെൻറ്റ് എവിടെ നിന്നൊക്കെ വരാം? ക്യാപിറ്റൽ ഐയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഐനോട് ഈക്വലൻ്റ് ആയിരിക്കും ഞാൻ ആദ്യത്തെ n-1 എലമെൻറ്റ് ഫിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് എലമെൻറ്റ് മാത്രം ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലാസ്റ്റ് എലമെൻറ്റ് മാത്രം മാറ്റിക്കൊണ്ടിരുന്നാൽ എനിക്ക് കിട്ടുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് എയിലത്തെ എലമെൻറ്റ്സിനോട് ഈക്വലൻ്റ് ആയിരിക്കും. ഇനി അടുത്തത് ഈ ആദ്യത്തെ n-1 എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു n-1 ടപ്പിളാണ്. ഈ n-1 ടപ്പിൾ എന്ന് പറയുന്നത് നമുക്ക് bn-1 എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. അപ്പോൾ bn-1 നിന്ന് ഏതെല്ലാം രീതിയിൽ n-1 ടപ്പിൾസ് വരുന്നു അതൊക്കെ നമുക്ക് ഈ പറയുന്ന സ്മോൾ ബി എന്ന് പറയുന്ന പ്ലേസിൽ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ബി എൻ എന്ന് പറയുന്ന n ടപ്പിളിന് സാധ്യമായിട്ടുള്ള എല്ലാ സാധ്യതകളും നമുക്ക് സം ബി കോമ എ വേർ ബി ഈസ് കമ്മിങ് ഫ്രം bn-1 ആൻഡ് എ ഈസ് കമ്മിങ് ഫ്രം യുവർ ക്യാപിറ്റൽ എ എന്നുള്ള രീതിയിൽ എഴുതാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആദ്യത്തെ n-1 ടൈംസ് ഫിക്സ് ചെയ്തു, അതായത് നിങ്ങളുടെ സ്മോൾ ബി ഫിക്സ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ഓൾ ബി കോമ എ വേർ എ ഈസ് കമ്മിങ് ഫ്രം യുവർ ക്യാപിറ്റൽ എ ഈസ് വിച്ച് ഈസ് ദ കാർഡിനാലിറ്റി അല്ലെങ്കിൽ വിച്ച് ഈസ് ഈക്വലൻ ടു യുവർ ക്യാപിറ്റൽ എ ആൻഡ് യു നോ ദാറ്റ് യുവർ ക്യാപിറ്റൽ എ ഈസ് കൗണ്ടബിൾ. ദെർഫോർ ഫോർ യുവർ ബി ഫിക്സഡ് then you get the set which is countable. ഇനി എങ്ങനെയെല്ലാം നമുക്കിതുപോലെ സെറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും അത് നമ്മൾ പറഞ്ഞു. നമ്മുടെ ബി എവിടെ നിന്ന് എടുക്കുന്നത്? ബി ഫിക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ബീനെ പിന്നെ മാറ്റി കൊടുക്കണം. ബീനെ എവിടെ നിന്ന് എടുക്കുന്നത്? bn-1 നിന്നാണ് നമ്മൾ ബിനെ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബി എന്നെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ബി എൻ ക്യാൻ ബി റീറൈറ്റ് ആസ് യൂണിയൻ ഓവർ ബി ബിലോങ്സ് ടു bn-1 സെറ്റ് ഓഫ് ഓൾ ബി ഓർഡേഡ് പെയർ ബി കോമ എ വേർ എ ബിലോങ്സ് ടു എ. അങ്ങനെ ബീനെ ഓരോന്ന് മാറ്റി അതുകളുടെ എല്ലാം യൂണിയൻ ആയിട്ട് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? നിങ്ങളുടെ ബി എൻ എന്ന് പറയുന്ന നിങ്ങളുടെ സെറ്റ് കിട്ടുന്നത്. സോ ഹിയർ യുവർ ബി എൻ ക്യാൻ ബി റീറൈറ്റ് ആസ് എ യൂണിയൻ ഓഫ് സെറ്റ്സ്. ഇനി യൂണിയൻ എന്തിൻ്റെ പുറത്താണ് എടുക്കുന്നത്? യൂണിയൻ എടുക്കുന്നത് bn-1 പുറത്താണ്. സോ ദ യൂണിയൻ ഈസ് countable because we know our bn-1 is countable. So we take only countable union. ഇനി ഏതാണ് എടുക്കുന്ന സെറ്റുകൾ? എടുക്കുന്ന സെറ്റുകളെല്ലാം cardinality is equivalent to your A and you know that your A is also countable. So we get a countable union of countable sets and we know that by a previous theorem which is countable. Therefore our bn is countable. നമുക്ക് എന്താ കിട്ടിയത്? ഇപ്പോൾ b1 ആദ്യം കൗണ്ടബിൾ ആണെന്ന് കിട്ടി, bn-1 കൗണ്ടബിൾ ആണെന്ന് അസ്യൂം ചെയ്തു, എന്നിട്ട് നമുക്കിപ്പോൾ കിട്ടി bn is countable. അപ്പോൾ നമുക്ക് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അതിലെന്താ പറയുന്നത്? p of 1 is true, assume p of n-1 is true and true p of n is true. Then by the principle of mathematical induction the result is true for all natural numbers. That means your bn is true
ഫോർ ഓൾ നാച്ചുറൽ നമ്പർ. Bn is true means Bn is countable for all natural number. നമുക്കതാണ് പ്രൂവ് ചെയ്യേണ്ടത്. n എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പർ ആണെങ്കിൽ Bn എന്ന് പറയുന്ന രീതിയിൽ നമ്മളിവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് Bn കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ റിസൾട്ട് ട്രൂ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് ഒരു കൊറോളറി കൂടി പഠിക്കാനുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ഈസ് കൗണ്ടബിൾ. നമ്മളത് മുൻപ് ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഒരു തിയറാണ് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആണെന്നുള്ളത്. നമുക്ക് അറിയുകയും ചെയ്യാം, പ്രൂവ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ തിയറത്തിൻ്റെ കൊറോളറി ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. നമുക്കറിയാം സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിനെ എങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് P/Q ഫോർമാറ്റിൽ എഴുതാൻ സാധിക്കാവുന്ന നമ്പറുകളാണ്. വേർ P and Q ആർ ഇൻഡിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഒരു പിയും ക്യൂവും വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിനെ ഒരു ഓർഡേഡ് പെയർ ആയിട്ട് എഴുതാൻ സാധിക്കും. സം P, Q. ദ കണ്ടീഷൻ ഈസ് P and Q ആർ ഇൻഡിജേഴ്സ് എന്നുള്ള കണ്ടീഷൻ Q നോട്ട് ഈക്വൽ ടു 0. പക്ഷേ വേറെ പ്രശ്നമുണ്ട്. അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഞാൻ എടുക്കുന്ന പിയും ക്യൂ എന്ന് പറയുന്നത്, ഞാൻ ആദ്യം P1 പിന്നെ അതുപോലെ Q എന്ന് പറയുന്നത് 2 കൊടുത്തു വിചാരിക്കാം. സോ വി ഗെറ്റ് 1/2. നോ പ്രോബ്ലം. ഇഫ് യു ടേക്ക് യുവർ P is equal to 2 and your Q is equal to 4, then you get 2/4 which is again 1/2. അപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിൽ 1/2 നമുക്ക് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. പക്ഷേ നമ്മൾ ഓർഡേഡ് പെയർ P, Q എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് P-ക്കും Q-ക്കും ഇൻഡിജേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ എല്ലാ പോസിബിലിറ്റിയും വരും. അപ്പോൾ നമുക്ക് ആക്ച്വലി നിങ്ങളുടെ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ P, Q such that P and Q are integers, Q not equal to 0 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതുന്ന ഒരു പെയറിൻ്റെ ഒരു സബ്സെറ്റ് അല്ലെങ്കിൽ അതിനകത്തുനിന്ന് നമുക്ക് കിട്ടാവുന്ന എലമെൻറ്റുകളുടെ ഒരു സബ്സെറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആശയം. അപ്പോൾ നമ്മളിവിടെ Q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആണ്. Qനെ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ സബ്സെറ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ, അതായത് സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ P, Q where P and Q are integers and Q not equal to 0 എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സബ്സെറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് Qനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ Q not equal to 0 എന്നുള്ള കണ്ടീഷൻ വെച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഇനി Q not equal to 0 അല്ലെങ്കിൽ ഇത് നമ്മുടെ ഈ പറയുന്ന വലിയ സെറ്റിൻ്റെ തന്നെ സബ്സെറ്റായിട്ട് മാറും. ഇനി എന്താണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സാധനം? സെറ്റ് ഓഫ് ഓൾ P, Q such that P and Q are integers. അതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ഒരു ഓർഡേഡ് പെയറാണ്, 2 ടപ്പിളാണ്. സപ്ലൈ ചെയ്യുന്ന എലമെൻറ്റ്സ് എവിടെ നിന്നാണ്? ഇൻഡിജേഴ്സ് എന്നാണ്. ആൻഡ് വി നോ ദാറ്റ് അവർ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് ഈസ് കൗണ്ടബിൾ. സോ നമ്മുടെ 2.13 എന്ന് പറയുന്ന തിയറത്തിലെ എയുടെ സ്ഥലത്ത് നമുക്ക് സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് സെഡും ബിൻ്റെ സ്ഥലത്ത് നമുക്ക് ഒരു B2 ആണ് കിടക്കുന്നത്. Therefore, by the theorem, your B2, that means set of all ordered pair P, Q where P and Q are integers is countable. അതായത് നമുക്ക് ഇവിടെ കിട്ടിയ ഇൻക്ലൂഷനിലെ ഏറ്റവും റൈറ്റ് ഹാൻഡിലുള്ള അല്ലെങ്കിൽ അതിലെ ഏറ്റവും വലിയ സെറ്റ് തന്നെ ഇപ്പോൾ കൗണ്ടബിൾ ആണെന്ന് കിട്ടി. നമുക്ക് നേരത്തെ അറിയാം, ഒരു സെറ്റ് കൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ ഏതൊരു സബ്സെറ്റും അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ ആയിരിക്കും. അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ, that means either countable or finite. But you know that your set of all natural numbers is a subset of Q, and you know your natural numbers is countable set. അപ്പോൾ നമുക്ക് Qക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് which is utmost countable, and Q contains a countable subset which is scriptian. Therefore, your Q is countable. നമുക്ക് അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ എന്നല്ല, നമുക്ക് കൗണ്ടബിൾ എന്ന് തന്നെ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻക്ലൂഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നമ്മുടെ സെറ്റിൻ്റെ സബ്സെറ്റായ കാരണം കൊണ്ട് അത് അറ്റ്മോസ്റ്റ് കൗണ്ടബിൾ ആണെന്നാണ്. പക്ഷേ Q കണ്ടെയ്ൻസ് എ കൗണ്ടബിൾ സെറ്റ് സ്ക്രിപ്റ്റിയൻ, ദെർഫോർ Q ഈസ് കൗണ്ടബിൾ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ആയിട്ടുള്ള Q കൗണ്ടബിൾ ആണെന്നാണ്. ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. താങ്ക് യു.